ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ വിചാരിക്കും ലൈഫ് ലോങ് ആ ഒരു ബന്ധം ഉണ്ടാവണം. ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് പോലും നമ്മൾ വിചാരിക്കുന്നത് ഇനി ഇയാളെ തന്നെ വിവാഹം കഴിക്കണം, എന്നിട്ട് പിന്നെ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും അവിടെ നമുക്കൊരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യണം. അതായത് അവരെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണം, അവരായിട്ട് തന്നെ വരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് 100% റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ എക്സിനെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്റ്റബിൾ അല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പ്രെഡിക്റ്റബിൾ അല്ലാതെ ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ എക്സ് ലവറിന് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം എന്നുണ്ടെങ്കിൽ അവിടെ ക്യൂരിയോസിറ്റി നഷ്ടമാവുകയാണ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഹോബീസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പിന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇപ്പോഴും അവർ വിചാരിക്കുക എപ്പോൾ വേണമെങ്കിലും ആൾ തിരിച്ചു വരും, ആ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഞാനില്ലാതെ ആൾക്കൊരു ലൈഫില്ല. ഇപ്പോൾ പഴയ രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒന്നിലും ഒരു എനർജിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ തിരികെ പോവും, അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഒരു ക്യൂരിയോസിറ്റിയും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവില്ല. കാരണം എനിക്കൊക്കെ അറിയാം, ആളിതായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇതിൽ കൂടുതൽ ഇപ്പം എന്തോന്ന് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. അപ്പം നിങ്ങളുടെ ഹോബീസ് മാറ്റുക, നിങ്ങളുടെ ഗോൾസ് മാറ്റുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ ആൾക്ക് വേറൊരു ചിന്ത വരും. അതായത് ഇനിയിപ്പോൾ വേറെ വല്ല ലവ് റിലേഷൻഷിപ്പിലും ആയിരിക്കുമോ എന്നുള്ളത്. കാരണം നിങ്ങൾ അവരുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ലവ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അതായത് ടോട്ടൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതും എല്ലാം മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇത് പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് തോന്നുന്നു എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര വലിയ വഴക്കാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നൊരു ചിന്ത വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ അറിയുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് അവർക്ക് വല്ലാത്തൊരു നിരാശ തോന്നും എന്നുള്ളതാണ്. അത് ഒട്ടുമിക്ക ആളുകളിലും അങ്ങനെ തന്നെയാണ്. എന്ന് കരുതി നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവരെ തന്നെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിലേക്കും പോവാതിരിക്കുക. എന്നാലും ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും അവരിൽ ഉണ്ടാക്കുക. അതിനുവേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കുകയും ഹോബീസും എയിംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. അതായത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, അവർ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി അവർ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് തന്നെയാണ് ബോയ്സിന്റെ കാര്യത്തിൽ ഉണ്ടാവുക. ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിലും മറ്റൊരാളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്ത് തന്നെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് നിങ്ങളപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്യണ്ട. അങ്ങനെ ആകുമ്പോൾ അവരെന്താ വിചാരിക്കുക, ഇപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് വിചാരിക്കുക. അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയല്ല ചെയ്യുക, നേരെ മറിച്ച് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്ത് അവർ മറ്റെവിടേക്കോ എത്തി. അതായത് അവർ വലിയൊരു പേഴ്സൺ ആയിട്ട് മാറുകയും നിങ്ങളുടെ വാല്യൂ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അവരൊരിക്കലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇപ്പം തന്നെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ദേഷ്യത്തോടെ നമ്മൾ റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഇമോജീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാമായിട്ടിരിക്കുക. അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊന്ന് പെരുമാറുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും, എന്താണ് ഇവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലേ, അല്ലെങ്കിൽ ഇവനിപ്പോൾ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യാത്തത്, അപ്പോൾ ഞാനിങ്ങനെ വേറെ ആരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലേ എന്നൊരു ചിന്തയാണ് വരിക. അവിടെയും അവർക്ക് ക്യൂരിയോസിറ്റി വരും.
അപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാവുകയും ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ മീനിങ് ഉണ്ട് എന്ന് കാണിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ട് എന്നുള്ളത് അവരെ കാണിക്കുക. നിങ്ങൾ അവരെ ചുറ്റിപ്പറ്റി അല്ല ജീവിക്കുന്നത് എന്നാണ് നിങ്ങൾ ഇവിടെ വരുത്തി തീർക്കേണ്ടത്. ഒരിക്കലും അവരാണ് ജീവിതം, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവരെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊരു ചിന്താഗതി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക. അതായത് അവരെ ഇംപ്രസ് ചെയ്യാനാണ് നിങ്ങൾ പലതും കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് അവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. പകരം അവർ ചിന്തിക്കേണ്ടത് നിങ്ങൾ മാറി, നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ നല്ല കരിയർ ഉണ്ട്, ലൈഫ് ഉണ്ട്, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവരെ ചിന്തിക്കുന്നത് നിർത്തി, അല്ലെങ്കിൽ അവരിൽ നിന്നും മാറിയിരിക്കുന്നു, അവരെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാറില്ല, അവരെ നിങ്ങൾക്ക് വേണ്ട എന്നൊരു ചിന്ത അവർക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് അവർ കുറച്ചുകൂടി നിങ്ങളിലേക്ക് ഇംപ്രസ് ആവുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ എക്സിനും തോന്നുക. അങ്ങനെ നമ്മൾ നമ്മുടെ കരിയറിൽ കുറെ ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊരു പശ്ചാത്താപം കൂടി ഉണ്ടാവും, വേണ്ടായിരുന്നു, വിടണ്ടായിരുന്നു എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മാറി, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഒരു പേഴ്സൺ അല്ല, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് അവർക്ക് തോന്നണം എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി ആയിരിക്കാം, അതിലെന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അത് അവർ കുറെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് മാറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അവർ കാണുന്ന സമയത്ത് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ഓൾഡ് വേർഷൻ അല്ല, ഇത് പുതിയതാണ് എന്നുള്ളത് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം കൊണ്ടുവന്നത് അതവർ നേരിട്ട് കാണുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവർക്ക് ഒരു ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ എന്നൊരു സംഭവം അവർക്ക് വരും. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു ന്യൂ വേർഷനാണ് അവർ കാണേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ള, അവർക്ക് ഇഷ്ടമല്ല, ഒന്ന് മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾ ഇനി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ മൈൻഡിൽ നമുക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് വരും, അവർക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അവർക്ക് ഇങ്ങനെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ള ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വേദനയായിട്ട് വരും. പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷനോ ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ലൈഫ് ലോങ് അത് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് സ്റ്റോറി ഇടണം എന്നുള്ളതല്ല. അതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം വരെ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ഷോർട്ട് ടേം പീരീഡിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യും, നിങ്ങളെ നഷ്ടമാകുമോ എന്നൊരു പേടി വരും, ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ പോലും. അപ്പൊ അത് താൽക്കാലികമാണ്, എന്നേക്കുമായിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവുന്നത് ചെറിയ രീതിയിലുള്ള സംശയമാണ്. അത് അങ്ങനെ ഞാൻ അന്ന് കണ്ടിരുന്നല്ലോ, അത് ശരിക്കും റിലേഷൻഷിപ്പിൽ തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ വരും എന്നുള്ളതാണ്. സോ ട്രസ്റ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് അതൊക്കെ നിങ്ങൾ സ്റ്റോറി സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വയ്ക്കാം, അത് കുഴപ്പമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കാണിക്കാം. അതല്ലാതെ വേറെ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് തോന്നിപ്പിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാലിഡേഷൻ തേടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുക, എന്നെപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ, എനിക്ക് ഇല്ലാണ്ട് പറ്റുന്നില്ല, അതായത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്, ഈ രീതിയിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. എന്തിനാണ് നമ്മളങ്ങനെ മെസ്സേജ് അയക്കുന്നത്? നമ്മളങ്ങനെ അയക്കുന്നതുകൊണ്ട് അവരൊരിക്കലും നമ്മളിലേക്ക് തിരികെ വരില്ല. മേ ബി അവർക്കൊരു സോഫ്റ്റ് കോർണർ ആ സമയത്ത് തോന്നുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് തോന്നുക ഒരുതരം ജാടി അഹങ്കാരമൊക്കെയാണ്. അതായത് ഞാനില്ലാതെ അവൾക്ക് അല്ലെങ്കിൽ അവന് പറ്റുന്നില്ല, ഇപ്പോഴെന്നെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ടായിരിക്കുക. അതല്ലാതെ ഒരിക്കലും നിങ്ങളോട് അവർക്ക് സ്നേഹം തോന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്, അതേപോലെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നുണ്ടാവുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മിസ് ചെയ്യും എന്ന് മാത്രമല്ല, അവർ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളാണ്
ഈ ഒരു എക്സിനെ തിരികെ കൊണ്ടുവരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതായത് ഇപ്പൊ ബ്രേക്കപ്പ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കാം, എന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കാം, നീ ഒന്ന് വരുമോ, ഞാൻ പറഞ്ഞതിന് സോറി, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അതേപോലെ അവരെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാ നോക്കിയിട്ട് അവരെ കാണാൻ വേണ്ടി പോവുക, അവർക്ക് ടൈം കൊടുക്കാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ അവരെ ശരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തടസ്സമാണ്. ഒരിക്കലും നടക്കില്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എക്സ് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എന്തായാലും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എക്സിനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നറിയില്ല എന്നൊക്കെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള വഴികൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ അതിനുള്ള പേഴ്സണൽ ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്